ഇടുക്കിയിൽ ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം കവർച്ച ചെയ്യാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന ആരോപണവുമായി മുൻ ക്ഷേത്ര കമ്മിറ്റിക്കാരൻ രംഗത്ത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ദേവികുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് സംഭവം. ക്ഷേത്രത്തിൽ സ്ഥിരം ജീവനക്കാരെ ഇതുവരെ നിയമിച്ചിട്ടില്ല. വിഗ്രഹ കച്ചവടം നടത്തുന്ന ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള സംഘത്തിനെ സഹായിക്കാൻ വേണ്ടിയാണ് സ്ഥിരം ജീവനക്കാരെ നിയമിക്കാത്തതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനടക്കം ഇതിൽ ബന്ധമുണ്ടെന്നും മനോജ് ആരോപിക്കുന്നു. ദേവികുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് മുൻ കമ്മിറ്റിക്കാരനായ മനോജ് ഉന്നയിക്കുന്നത്. രാജഭരണകാലത്ത് സ്ഥാപിച്ച ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം അപഹരിക്കുന്നതിനായി കഴിഞ്ഞ 15 വർഷമായി നീക്കം നടത്തുന്നുവെന്നാണ് ഇയാളുടെ ആരോപണം. ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഇതിന് ശ്രമിക്കുന്നത്. ഇവർക്ക് ഒത്താശ ചെയ്യുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം കൂട്ടുനിന്ന് ക്ഷേത്രത്തിൽ സ്ഥിരം ജീവനക്കാരെ നിയമിക്കാൻ തയ്യാറാകുന്നില്ലെന്നും നിലവിലുള്ള ശാന്തിക്കാരന് താന്ത്രിക വിധി പ്രകാരമുള്ള ഒന്നും അറിയില്ലെന്നും അദ്ദേഹത്തിന് ചെന്നൈ സംഘവുമായി ബന്ധമുണ്ടെന്നും മനോജ് ആരോപിക്കുന്നു. ചെന്നൈ കേന്ദ്രീകരിച്ചിട്ട് ദേവികുളം അയ്യപ്പ ക്ഷേത്രത്തിലെ വിഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി ഒരു ടീം വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം അടിച്ചു മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെന്നൈ ടീമിന്റെ ആഭിമുഖ്യമുള്ള ഒരു ശാന്തിക്കാരനെ പൂജ പോലും കൃത്യമായി അയ്യപ്പന്റെ പൂജയോ മൂലമന്ത്രമോ അറിയാത്ത ഒരാളെ ഇപ്പോൾ പൂജാരിയായിട്ട് അവിടെ വെച്ചിട്ടുള്ളത്. തൃക്കാരിയൂർ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ ദേവികുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്ഥിരം ജീവനക്കാരെ നിർത്താതെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഗൂഢാലോചന ഭാഗമാണ്. അഥവാ സ്ഥിരം ജീവനക്കാരെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവരെ ഒരു ആഴ്ചയ്ക്കുള്ളിൽ അവരെ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വിടും. മുൻപ് വിഗ്രഹം അപഹരിക്കാൻ നീക്കം നടത്തിയപ്പോൾ താൻ ഇടപെട്ടിരുന്നു. എന്നാൽ അന്നത്തെ ജീവനക്കാരനെ ഉപയോഗിച്ച് ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കടന്നെന്നാരോപിച്ച് കള്ളക്കേസിൽ കുടുക്കിയെന്നും മനോജ് പറയുന്നു. 2000 ഇതുപോലെ അടിച്ചു മാറ്റാൻ ശ്രമിച്ച സമയത്ത് ഞാൻ അതിനകത്ത് ഇടപെടുകയും ചെയ്തപ്പോഴാണ് അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു സംബന്ധിയെ കൊണ്ട് ഞങ്ങൾക്ക് അന്നത്തെ ക്ഷേത്രത്തിലെ ഇതിനെ എതിർത്ത എനിക്കെതിരെ ദേവസ്വം ബോർഡിലെ ഈ ജീവനക്കാരനെ കൊണ്ട് ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി എന്ന് പറഞ്ഞ് പരാതി കൊടുപ്പിക്കുകയുണ്ടായി. ഇത് സ്ഥിരം സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്. ആ പഞ്ചലോഹ വിഗ്രഹം എങ്ങനെയും അവിടുന്ന് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയ ശാന്തിക്കാരെയും ആര് പരാതി പറഞ്ഞാലും ഇവര് മാറ്റാൻ തയ്യാറല്ലാത്ത ഈ തട്ടിക്കൂട്ട് ശാന്തിക്കാരെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. കാരണം അവിടെ ഒരു ജീവനക്കാരും സ്ഥിര ജീവനക്കാരായിട്ട് നിയമിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ആരും ഇത് ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നും ഇയാൾ ആരോപിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.